അഡ്വക്കേറ്റ് എ ജയശങ്കർ പുള്ളിയുടെ ഒരു പോസ്റ്റാണേ. മതേതരവാദിയായി പ്രച്ഛന്ന വേഷം ധരിച്ച് വീരശ്രീ സന്ദീപ് വാര്യർ അറേബ്യൻ മരുഭൂമിയിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം. പുള്ളി അങ്ങോട്ട് കളിയാക്കി ഒരു ഇതിട്ടിരിക്കണം. 3000 കമന്റാണ്. ആദ്യത്തെ കമന്റ് വായിക്കാം. BRM ഷഫീർ, വില കളഞ്ഞ് വെറും ചാണകമായി അധപ്പതിച്ച താങ്കളോട് സഹതാപം മാത്രം. ഇതിൽ അന്തസ് സന്ദീപിന് തന്നെയാണ്. കാരണം അയാളുടെ യഥാർത്ഥ വേഷം പുറത്തു കാണാം. എന്നാൽ ചിലരുടെ യഥാർത്ഥ വേഷം പുറത്ത് കാണിക്കാൻ കൊള്ളാത്തതും പൊതുസമൂഹത്തിൽ അമാന്യത തോന്നിക്കുന്നതുമായാണ് ABC മലയാളത്തിന്റെ ഫ്ലോറിൽ വെളിയിൽ ഊരി വെച്ചാണ് ചിലർ അവതരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ മക്കൾ സൗദിയിൽ വെച്ച് പർദ്ദ ധരിച്ചത് വക്കീൽ മറന്നുപോയി ഇല്ലേ? അതൊരു പോയിന്റ്. അത് സൗദിയിലെല്ലാവരും പർദ്ദ ധരിച്ചത് അബുദാബിയിലാണ്. അബുദാബിയിൽ ആ പള്ളി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പർദ്ദ ധരിച്ചാൽ അകത്ത് കയറാൻ പറ്റും. അതുകൊണ്ടാണ് കുട്ടികൾ അത് ധരിച്ചത്. അല്ലാതെ അവർക്ക് പർദ്ദ ആരും കൊടുത്തതൊന്നുമല്ല. അവിടെ അതൊരു നിർബന്ധമാണ്. അതിനകത്ത് പർദ്ദ ഇട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. തല തട്ട ഇടാതെ അതിനകത്ത് കയറ്റത്തില്ല. ആ പള്ളി കാണാൻ പോയതാണ് പുള്ളിക്കാരുടെ ഏറ്റവും വലിയ പള്ളി അബുദാബിയിലുണ്ട്. അത് കാണാൻ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഉദരനിമിത്തം ബഹിർദ വേഷം എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വള്ളി കെട്ടിക്കൊടുക്കാണ് പരസ്പരം ഉള്ളി സുരയ്ക്ക് വള്ളി കെട്ടിക്കൊടുക്കുന്ന ജയേട്ടൻ മിസ്റ്റർ ജയശങ്കർ. അല്ല, എനിക്ക് ഇവരോടൊന്നും പറയില്ല. CPI കാരനാണ് ഇയാള്. അറിയാലോ നിങ്ങൾക്കത്. LDFന്റെ ഘടകകക്ഷി രണ്ടുപേര്, CPM CPI ഓക്കെ. ഇതിനെപ്പറ്റി ഇയാള് ഘോര ഇതിപ്പോ ഒരു വിഷയമൊന്നുമില്ല, ഒരുപാട് വിഷയങ്ങളിൽ ഇയാളുടെ സംഖ്യ അനുകൂല സാധനങ്ങൾ ഇവൻ പറയുന്നുണ്ട്. എന്താണ് പാർട്ടി ഇതിനെതിരെ ഒന്നും മിണ്ടാത്തത്? പാർട്ടിക്ക് ഇതിനകത്തൊന്നും പറയാനില്ലേ? അതോ പാർട്ടി കമ്മ്യൂണിസം എന്നുള്ളത് ഇപ്പൊ RSS എന്നാക്കിയെടുത്തു? ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടിൽ നല്ല മാച്ചാ. കമ്മ്യൂണിസത്തിനെയും പണ്ട് നിരോധിച്ചതാണ്, RSSനെയും നിരോധിച്ചതാണ്. രണ്ടുപേരും അങ്ങനെയായിരുന്നു. ചിരിച്ച ഗുണ്ടാ പ്രവർത്തനം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതല്ലേ സത്യം? നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ ആണ് എന്നല്ലേ അതിന്റെ അർത്ഥം? നല്ല മെനയുള്ള പരിപാടിയാ കേട്ടോ. ഇതിനെതിരെ ആരും ഒന്നും പറയും. ഇപ്പൊ അച്ചുമാമ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറയുമായിരുന്നേന. അച്ചുമാമയ്ക്ക് മാത്രമാണ് പ്രതികരിക്കാനുള്ള ഒരു ഇത് ഉള്ളതെന്ന് തോന്നുന്നു. അച്ചുമാമയുടെ വിഭാഗത്തിലാണല്ലോ ഇയാൾ വരുന്നത്. ഇയാൾ നിരന്തരമായി ഇരുന്നു കൊണ്ട് തീർത്തും വൃത്തികെട്ട രീതിയിൽ സംഘികൾക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ സന്ദീപ് വാര്യര് BJPയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുന്നു. ഏത് നാട്ടിൽ ചെന്നാലും ഇപ്പം എനിക്കൊന്നത് അനിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടിരുന്നു. അതിൽ നിന്നാണ് എനിക്കിത് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ അതിനകത്ത് അനിൽ മുഹമ്മദ് പറഞ്ഞൊരു കാര്യം വളരെ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ആഫ്രിക്കയിലും കണ്ട പോയിട്ട് ആഫ്രിക്കക്കാരുടെ കുറെ ഉടുപ്പൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. പച്ച ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് മോങ്ങിജി നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ ഇവിടെയൊക്കെ മുണ്ടും ഷർട്ടും ഒക്കെ ധരിക്കുന്ന ആള് ഇച്ചിരി വിദേശത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് കളസം വലിച്ചു കയറ്റുന്ന കണ്ടില്ലായിരുന്നു? അങ്ങനെ തന്നെ അത് കാലത്തിനൊത്ത കൂത്ത് അല്ലെങ്കിൽ ആ ദേശത്തിനൊത്ത കൂത്തായിരുന്നു നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതൊക്കെ ആ രീതിയിൽ കൺസേൺ ചെയ്യുന്നതിന് പകരം അതെടുത്ത് വെച്ച് ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്താണ്? സംഘികളെ സൂചിപ്പിക്കുക എന്നുള്ളതല്ലേ. സന്ദീപ് വാര്യർ എങ്ങടെ പോട്ട് അതൊരു വിഷയമാണ്. അത് ഉദരനിമിത്തം ബഹിർദ വേഷം എന്ന് പറയുമ്പം ഇങ്ങേരുടെ ഉദരനിമിത്തം ഏത് വഴിയാണ്? ABCയിലൊക്കെ പോയിരുന്നിട്ട് കണാബുണ പറയുന്നത്. അത് മാത്രമല്ല, അൻവർ എന്തോ ഒന്ന് പറഞ്ഞ ഉടനെ പേടിച്ച് മാപ്പ് പറഞ്ഞ മഹത് വ്യക്തിയാണ്. അൻവറിന്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരു അല്പം പോലും എന്താ പറയണ ഗട്ട്സ് ഇല്ലാത്ത, നിലപാടില്ലാത്ത ഒരു വ്യക്തി എന്തടിസ്ഥാനത്തിലാണ് സന്ദീപിനെ കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് തെറ്റാണ് ചെയ്യുന്നത്, തെറ്റാണ് പറയുന്നത്, ആവർത്തിക്കാൻ പാടില്ല. ഇതെന്താണെന്ന് പറഞ്ഞാൽ കാമിതയുടെ വിഷയം ഇതിനകത്തോട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ടി വരും. കാരണം കാമിത എന്നോട് എൻ്റെ ഉണ്ട് റെക്കോർഡിങ്, എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ എല്ലാവരും അങ്ങനെ ആക്കി, എനിക്കിനി തിരിച്ചു വരിക പാടാണ്. അപ്പം ഞാൻ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ആയി, തൽക്കാലം വീട് വെക്കണം, കൊച്ചുങ്ങളെ ഒരു സെറ്റിലാക്കണം, അതുവരെ ഞാൻ ഇതിനെ തുടരും, മാറ്റമില്ല, എനിക്ക് വേറെ നിവർത്തിയില്ല. അപ്പം എനിക്ക് നിസ്സഹായ ഒരു പെണ്ണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഗ്രാജുവലി മനസ്സിലായത്, ആ ഒരു നിസ്സഹായാവസ്ഥ മനസ്സിലാക്കും. ഒരു റിബലായി ഒരു വർത്തമാനം പറഞ്ഞു, അത് മനസ്സിലാക്കും. ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്കാം, പെണ്ണുങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യം തന്നെയാണത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. അത് അവർ ചോദിച്ചു. ഇനി ആ സംശയം നിവർത്തീകരണം വന്നാൽ അവർക്ക് തിരിച്ച് മാറി ചിന്തിക്കാം. പക്ഷെ അവർ പറയുന്ന മുഴുക്ക നുണയാണ്. കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ത് വരുന്നോ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അതങ്ങോട്ട് എടുത്തു വെച്ച് പ്രസംഗിക്കുക തന്നെയാണ് ആ സ്ത്രീ ചെയ്യുന്നത്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ നിങ്ങളിങ്ങനെ വീണ്ടും അത് തന്നെ ഇത്രയും തീവ്രമായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യണം? അതിൽ തെറ്റാനുള്ളൊരു കാരണം എന്താ? പോലീസ് സേനയിൽ 35% സംവരണം ഉണ്ടെന്ന്. സംവരണം 11% കിട്ടുന്നുള്ളതെന്ന് എനിക്കറിയാമല്ലോ. 35% എന്ന് പറഞ്ഞ് ഇത് പറയുന്നു, അതിൻ്റെ അടിക്ക് കൈയടിക്കാനായിട്ട് കുറേ സംഘികളും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ തമ്മിൽ ആദ്യ വാക്ക് തർക്കം തുടങ്ങുന്നത് തന്നെ.
അതായത് അവർക്കറിയാം അവർ ചെയ്യുന്ന തെറ്റാണെന്ന്, പക്ഷെ അവർക്ക് ജീവിക്കണം, കുട്ടികൾക്ക് ആഹാരം വാങ്ങിക്കണം, ഫീസ് അടയ്ക്കണം. അവർ കണ്ടെത്തിയ വഴി ഇതാണ്, എളുപ്പ വഴി ഇതാണ്, അത് അവർ ചെയ്തു. അതാണ് സത്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ കുറച്ചുകൂടെ ബോധത്തോടു കൂടി ഞാൻ ഈ തെറ്റ് ചെയ്യുന്നില്ല, ഈ ആഹാരം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സറണ്ടർ ആവുകയാണ്. സറണ്ടർ മീൻസ് ഒന്ന് അടിയറവല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വർഗീയ പാർട്ടിക്കൊപ്പമല്ല, എനിക്ക് വർഗീയത പറയണ്ട, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ അതിനെ ഉദരനിമിത്തം ബഹിർദ വേഷം എന്ന് പറയാൻ നാണയില്ലേ? ഇനി ഇവർക്കിടയിൽ കൊഞ്ഞാണൻ ഒരു സാമിയുണ്ട്, അയാൾ വക്ക ഫ്രോഡാ, അയാൾ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ്, അത് നമുക്ക് മനസ്സിലായി. അയാൾ ഒരു സാമിയായിട്ടൊക്കെ വേഷം കെട്ടിയിരിക്കുന്നതിനപ്പുറം അയാളുടെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ കേട്ടാൽ ഒരു സാമിക്ക് ചേർന്ന വർത്താനൊന്നുമല്ല. കൊഞ്ഞാണൻ അത് തന്നെയാണ്. അയാളെ പറഞ്ഞാലും കുഴപ്പമില്ല. സന്ദീപിന് ഇപ്പം അങ്ങനെ ഒരു മോട്ടം ഉണ്ടെന്ന് പറയുന്നത് മോശമല്ലേ? അത് മാത്രമല്ല, ഘടകകക്ഷിയായ ഒരിടത്തേക്ക് വന്ന് അവരെ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ വെപ്രാളം കുരു പൊട്ടുന്നത്? ഞാനത് പലപ്പോഴും പറയുമ്പോൾ പലരും പറയും നീ ഇതിന് ശതമാനം പറയണം. പ്രഷർ ഗ്രൂപ്പായ ഒരു വിഭാഗം ജനതയെ ആക്രമിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നത് മൊത്തം ഇന്ത്യ കണ്ടിട്ടായിരിക്കാം. കേരളത്തിൽ അവർക്ക് ആളുണ്ട്. മൊത്തം ഇന്ത്യയിൽ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ അവരൊത്തിരി ഒന്ന് മാറി നിൽക്കും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, അവർ കാൽ ഭാഗമായ അവരാണ്. ഇപ്പൊ 30% എത്തിയിട്ടുണ്ട്. അവർ ശക്തമായി പോരാട്ട വീര്യമുള്ള ധൈര്യമുള്ള ആളുകളാണ് ഇസ്ലാമിയർ. അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ വിവേകമാണ്. അത് അയാൾക്കുണ്ട്. അതിന് പകരം അവരെ വംശീയമായി അധിക്ഷേപിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ മോശം പറയുക, അതിൽ കൂടി ഒരു റീച്ച് പ്രതീക്ഷിക്കുന്ന ഇയാള് CPI ആണെന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്ക്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ അപമാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വ്യക്തിത്വം ഉണ്ടായിട്ടാണ്? എന്ത് വൃത്തികെട്ട ചിന്താധാരയുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഈ കൊണ വർത്താനം ഇരുന്നുകൊണ്ട് പറയുന്നത്? നാണമില്ലടാ. നിനക്ക് സംഖ്യയായിട്ടങ്ങ് സ്വയം അങ്ങ് ഏറ്റാ പോരെ. നീ ഇതിനകത്ത് കാണുന്ന കണക്ക് വള്ളിക്കെട്ടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന നീ സംഖ്യയായിക്കോ, ആർക്കെന്താ കുഴപ്പം? അല്ല, അതെനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എല്ലാവരും പറയും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും, കോൺഗ്രസ് എന്ന് പറയും. ഞാൻ സംഖ്യയാണെന്ന് പറയാം, എന്താ അത്ര പേടിക്കാതിരിക്കുന്നത്? നീ വെറും തീട്ട സംഖ്യയാണെന്ന് അങ്ങ് പറ, അതല്ലേ നല്ലത്? നിനക്കതിന് ആ ലേബല്, അതിനകത്തുള്ളവരെയും കൂടെ മോശപ്പെടുത്താനല്ലേ? നിന്നെ പോലുള്ള പുഴുക്കുത്തുകളാണ് വാസ്തവത്തിൽ ബാക്കിയുള്ള അത്യാവശ്യ ആത്മാർത്ഥതയോടുകൂടി ഈ പാർട്ടിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വലിയ ഇതായിട്ട് നിൽക്കുന്നത്. ഈ പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും സംഘിസം എത്രത്തോളം അതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. സംഘിസത്തിന് എഗൻസ്റ്റ് പറയുന്ന റീസൺ ഒന്നേ ഉള്ളൂ, പരസ്പരം വെട്ടാനും കുത്താനും കൊലയാനുമാണ് അവന്മാർ പറയുന്നത്. ലോക സമസ്തോ സുഖിനോ പബന്ധു എന്ന് പറയുന്നതിന്റെ മുമ്പുള്ള വാക്കുകളാണ് അവർ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്ന ഓരോരുത്തരും അവിടെ ചെന്ന് പറഞ്ഞ് ഞാൻ ബ്രാഹ്മണൻ എനിക്ക് ബ്രാഹ്മണനാവണമെന്ന് പറയുന്നത്. ആ ഒരു സിദ്ധാന്തമാണ് അവർ കൊണ്ട് നടക്കുന്നത്. അതിവിടെ ഡേഞ്ചർ ആണെന്നാ പറയുന്നത്. ചവർക്കർ നാസ്തികനാ. ആ നാസ്തികതയാണ് രവി അണ്ണൻ കൊണ്ട് ഫോളോ ചെയ്യുന്നത്, ആരിഫ് കിണ്ണൻ കൊണ്ട് ഫോളോ ചെയ്യുന്നത്, കാമിത എന്ന് പറയുന്ന ജുദ്ധിവാദി, കപട ജുദ്ധിവാദി ഫോളോ ചെയ്യുന്നത്. അത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ബോധമുള്ളവർ നിൽക്കുക സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇവനെ എന്തുകൊണ്ട് പാർട്ടി വിലക്കുന്നില്ല? എന്തുകൊണ്ട് പാർട്ടിയിലുള്ള മറ്റുള്ളവർ ഇവനെതിരെ സംസാരിക്കുന്നില്ല? ഇവൻ പൂർണ്ണമായും സംഖ്യയായി മാറിക്കഴിഞ്ഞു. ദയവ് ചെയ്തിട്ട് ഇവനെ ഇറക്കി വിടൂ, ആക്ഷൻ എടുക്കൂ. അതിന് പകരം മൗനമായിരിക്കുന്നതാണ് അതിശയമായിരിക്കുന്നത്. പാർട്ടി അച്ചടക്ക നടപടികൾ അങ്ങനെയൊന്നുമില്ലേ? അതോ പാർട്ടി മൊത്തത്തിൽ സംഗീസമായോ പാർട്ടിക്ക്? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.